ഒക്കെ ഇനി ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ ദേശീയപാതയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ റോഡ് നിർമ്മാണത്തിലെ അപാകതകളൊക്കെ ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നവരാണ് കൊയിലാണ്ടി കുഞ്ഞൂർമല നിവാസികൾ. ദേശീയപാതയിൽ വിവിധ ഭാഗങ്ങളിൽ വിള്ളൽ വീണതും റോഡ് ഇടിഞ്ഞതും ഒക്കെ ഇവരുടെ ആശങ്ക ഇപ്പോൾ ഇരട്ടിയാക്കിയിട്ടുണ്ട്. സോയിൽ നെയിലിംഗ് മാറ്റി റീടെയിൻ ഭിത്തി നിർമ്മിക്കുക, ദേശീയപാതയ്ക്ക് സമീപം താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ച് സമരം തുടരാനാണ് കുഞ്ഞൂർ മലയിലെ സമരസമിതിയുടെ തീരുമാനം. രതീഷ് വാസുദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ദേശീയപാത നിർമ്മാണത്തിനിടയിലുള്ള അപാകതകൾ വലിയ ചർച്ചയാവുകയാണ്. പലയിടത്തും റോഡുകൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. ആ പ്രദേശവാസികൾ തന്നെ വലിയ ആശങ്കയിലാണ്. ഇപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരം ആശങ്കകൾ പറഞ്ഞ ഒരു നാട്ടുകാരാണ് ഈ കൊയിലാണ്ടിയിലുള്ള കുഞ്ഞൂർമല പ്രദേശവാസികൾ. അവരുടെ ഈ ഭാഗത്തുകൂടെ കടന്നു പോകുന്ന ദേശീയപാതയ്ക്ക് വലിയ തരത്തിലുള്ള ആശങ്കയുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ അറിയിച്ചിട്ടും അത് തുടരുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ ഈ ദേശീയപാതയോട് ചേർന്ന ഭാഗത്തെ നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. കാരണം ഈ മണ്ണിടിച്ചിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മഴ തുടങ്ങുന്നതിന് മുമ്പേ സോയിൽ നെയിലിംഗ് ചെയ്ത ഭാഗം പോലും ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നമ്മുടെ ഇപ്പം ചെയർപേഴ്സൺ, ഈ സമരസമിതിയുടെ ചെയർപേഴ്സൺ, വാർഡ് മെമ്പറും ഒക്കെ കൗൺസിലറൊക്കെയായ സുമതിയേച്ചിയുണ്ട്. എന്താണ് നിങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്? സമരം മുന്നോട്ട് പോകുക, എന്തായാലും ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകുക. എന്തായാലും സോയിൽ നെയിലൊക്കെ ഉപേക്ഷിക്കണം. കാരണം ഇവിടെ റിട്ടേണിംഗ് വാള് തന്നെ ചെയ്യണം. റിട്ടേണിംഗ് വാള് തന്നെ ഇപ്പോൾ പ്രശ്നത്തിലാണ്. എന്തെങ്കിലും ഇവിടെ സുരക്ഷിതത്വം വേണം നാട്ടുകാർക്ക്. ഇവിടെയുള്ള ഒരുപാട് ജനങ്ങൾ, 19 കുടുംബങ്ങൾ അറ്റത്ത് തന്നെ ഉണ്ട്. പിന്നെ ബേക്കോട്ട് ഇഷ്ടം പോലെ വീടുകൾ, 100 വീടുകൾ. ഇപ്പോൾ ഒരു ഇടിയൽ ഇടിഞ്ഞു കഴിഞ്ഞാൽ ഇടിഞ്ഞിടിഞ്ഞ് അങ്ങ് പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. മാത്രമല്ല ഇപ്പം സോയിൽ നെയിൽ ചെയ്ത ഭാഗത്ത് തന്നെ ഇപ്പോൾ ചെറിയ റോഡ് തന്നിട്ടാണ്. ആ റോഡ് മുഴുവൻ വിള്ളലാണ്. ആ വിള്ളലിൻ്റെ ഇടയിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് എന്തായാലും കംപ്ലീറ്റ് നിലമ്പോൾ താഴാൻ സാധ്യത. രവിട്ട, എന്താണ് അവിടെ അവസ്ഥ? വളരെ വിചിത്രമാണ്. ഇവിടെ താമസിക്കുന്ന ആൾക്കാരെല്ലാം വളരെ പാവപ്പെട്ട ആൾക്കാരാണ്. വെറും വീട് പണിയിലൊക്കെ പോയിട്ട് ജോലി ചെയ്ത് വരുന്നത്. ഇവർക്ക് എൻ്റെ മുകളിലേക്ക് ഒരു വീട് എടുക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതുമില്ല, എടുക്കാൻ കഴിയാത്തൊരവസ്ഥയല്ല. ഇവിടെ ഒരു വാഹനം പോകാത്ത ഒരവസ്ഥയിലും അപ്പോൾ അധിക വില ഒക്കെ കൊടുത്തിട്ടെല്ലാം കൂടി അവിടെ ഇങ്ങനെ ഓരോ പണി നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ ആശങ്ക തന്നെയാണ്. ഇപ്പം ഇവിടെ തന്നെ കാണുന്ന മണ്ണടിച്ചിലും ഉള്ളലും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ എന്തെങ്കിലും ശാശ്വതമായ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ്. തീർച്ചയായും കുഞ്ഞൂർമല നിവാസികൾ NHനോ അല്ലെങ്കിൽ വികസനത്തിനോ എതിരല്ല. പക്ഷേ അവരുടെ സ്വാഭാവിക ജീവിതത്തിന് സംരക്ഷണം വേണം, അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം എന്ന് തന്നെയാണ് കുഞ്ഞൂർമല നിവാസികളുടെ ആവശ്യം. ദേശീയപാതയ്ക്ക് നിർമ്മാണത്തിനിടയിലെ ഈ അപാകതകൾ ചർച്ചയാകുമ്പോൾ കുഞ്ഞൂർമല നിവാസികളുടെ ഈ ജീവിത പ്രശ്നവും ചർച്ചയാവുമെന്ന് തന്നെയാണ് നമുക്ക് കരുതാവുന്നത്. കൊയിലാണ്ടി കുഞ്ഞൂർമലയിൽ നിന്നും ക്യാമറമാൻ അരുൺ പുതുപ്പാടിയോടൊപ്പം രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം. തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം ആരും ഈ വികസനത്തിനൊന്നും ആരും എതിരല്ല. പക്ഷേ ഈ നടക്കുന്ന സംഭവങ്ങൾ ആശങ്കപ്പെടുത്തുന്നതാണ്. നമുക്ക് റോഡിലേക്കൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ അല്ലെ ഒരു പേടിച്ചൊക്കെ പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു സ്ഥിതിയൊക്കെ ഉണ്ട്. അതാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്ന കാര്യവും.